സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാലുൽപാദനത്തിൽ വൻ ഇടിവ് വന്നതായി റിപ്പോർട്ട്. പ്രതിദിനം 6.5 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവുണ്ടായെന്ന് മിൽമ ചെയർമാൻ KS മണി 24നോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ വാങ്ങിയാണ് നിലവിലെ പ്രതിസന്ധി മിൽമ പരിഹരിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് മിൽമ ചെയർമാൻ KS മണിക്കൊപ്പം തത്സമയം ചേരുന്നു. ഓക്കെ നിഖിൽ പ്രമേഷ്, ഈ സംസ്ഥാനത്തെ കൊടും ചൂട് പാൽ ഉൽപാദനത്തെ ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ കൊടും ചൂട് പാൽ ഉൽപാദനത്തെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മിൽമയുടെ കണക്കുകൾ. പ്രതിദിനം 6.5 ലക്ഷത്തോളം ലിറ്റർ പാലിന്റെ കുറവ് ഉണ്ടാവുന്നതായാണ് മിൽമ ചെയർമാൻ KS മണി വ്യക്തമാക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കുന്നത്? പ്രതിസന്ധി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാലാവസ്ഥ ഭയാനകമായ ചൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൊതുവേ നമ്മളെ കർഷകർക്കിടയിലുള്ളൊരു വികാരമെന്ന് പറയുന്നത് കനത്ത മഴ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ കടുത്ത വേനലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ഷീരമേഖലയും നമ്മൾ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ പാലിൻ്റെ സംഭരണത്തിൽ അതിൻ്റെ ഭാഗമായി കുറവുണ്ടായിട്ടുണ്ട് നമ്മൾ മിൽമ സംഭരിക്കുന്നതിൽ. അതിൽ പ്രധാനമായും മറ്റൊരു കാരണം ഈ കടുത്ത വേനലും ചൂടായതുകൊണ്ട് പ്രാദേശികമായ സംഘങ്ങളിൽ പാലിൻ്റെ ലോക്കൽ സെയിലിലും നല്ല വിൽപ്പനയുണ്ടാവും. കാരണം ചായയ്ക്ക് മാത്രം സാധാരണഗതിയിൽ വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ തൈരിനും അതുപോലെ തന്നെ മോരിനുമൊക്കെ വലിയ അളവിൽ പാല് മേടിക്കുമ്പോൾ സംഘങ്ങളിൽ ലോക്കൽ സെയിൽ കൂടുമ്പോഴും നമുക്ക് കിട്ടുന്ന പാലിൻ്റെ അളവിൽ കമ്മിയാകും. ഏതായാലും കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ഏകദേശം 10% സംഭരണ കുറവാണ് അതിന് മുമ്പിലെ വർഷത്തെക്കാളും ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഏപ്രിൽ മാസത്തെ ഇപ്പോൾ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് പാലക്കാട് നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാടാണ്. ഏപ്രിൽ മാസം നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ കൂടെ സംഭരണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം 20% സംഭരണത്തിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭരണത്തിൻ്റെ കുറവ് വരുമ്പോൾ നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടുന്നതിൻ്റെ 6.5 ലക്ഷത്തിൻ്റെ ഷോർട്ടേജാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ നമ്മൾ കുറവുള്ള പാലുകൾ മേടിക്കുന്നത്. അത് ഇപ്പോഴും നമ്മൾ മിക്കവാറും കർണാടക അതുപോലെ തന്നെ ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മൾ കൺസ്യൂമേഴ്സിന് പാല് കൊടുക്കുന്നതിന് ഒരു മുടക്കവും വരാത്ത വിധത്തിൽ നമ്മൾ പാല് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സാധാരണ കർഷകരിൽ നിന്നാണല്ലോ മിൽമ കേരളത്തിൽ കൂടുതലായിട്ട് പാല് വാങ്ങിക്കുന്നത്. അവരുടെ ഒരു വികാരം എന്താണ്? അവർക്ക് പലപ്പോഴും ഈ കറവ കഴിഞ്ഞാലും ആവശ്യത്തിന് പാല് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കൊടും ചൂടാണ്, അത് മനുഷ്യരെ ബാധിക്കുന്ന പോലെ ഈ വളർത്തുമൃഗങ്ങളെ ബാധിക്കുമല്ലോ. എന്താണ് കർഷകർ പറയുന്നത്? അല്ല, നിശ്ചയമായിട്ടും അതിനുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട് ഈ വേനൽ അതിജീവിക്കുന്നതിന് വേണ്ടി കർഷകരെടുക്കേണ്ടുന്ന മുൻകരുതലുകളെക്കുറിച്ച് നമ്മളെ മിൽമയുടെ ഉദ്യോഗസ്ഥരും നമ്മൾ സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പാല് കുറവിനെ പരിരക്ഷിക്കാനായിട്ട് നമുക്ക് സാധ്യമായി വരില്ല. പക്ഷേ ഈ മേഖലയിലുള്ളത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കണക്കുകൾ പറയുമ്പോൾ 10% കുറവ് വന്നത് പരിഹരിക്കുന്നതിന് എന്തായാലും കടുത്ത ചൂട് കാരണം പാലുൽപാദനം തികയുന്നില്ലെന്നാണ് മിൽമ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.